നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരമാണ്. അതിലെ 28ാമത്തെ ചതുർയുഗം നടന്നുകൊണ്ടിരിക്കുന്നു. ചതുർയുഗം എന്ന് വെച്ചാൽ 4 യുഗങ്ങളാണ് ഇതിൽ വരുന്നത്. കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെയാണ്. അതിലെ അവസാനത്തെയാണ് കലിയുഗം. ഈ കലിയുഗം തുടങ്ങിയിട്ട് തന്നെ 5126ാമത്തെ വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലി യുഗം എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആ ദിനം വെച്ച് നോക്കുകയാണെങ്കിൽ കലിദിന സംഖ്യ വരുന്നത് 18,72,413 ദിവസമാണ്. ഇന്ന് കർക്കിടക മാസം 6-ാം തീയതിയാണ്. മലയാള സമ്പ്രദായത്തിലെ മലയാള കലണ്ടർ അനുസരിച്ച് 1200-ാം ആണ്ട് കർക്കിടകം 6 ശകവർഷ കണക്കനുസരിച്ച് 1947 ആഷാഢമാസം 31-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 22-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ് ഇന്ന്. അത് 7:05 വരെ മാത്രമേ ഉള്ളൂ ദ്വാദശി തിഥി. അത് കഴിഞ്ഞാൽ ത്രയോദശിയാണ്. ഇന്ന് കരണം വരുന്നത് കഴുത കരണമാണ്. നിത്യയോഗം വരുന്നത് ധ്രുവനാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് മകയിരം നക്ഷത്രമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേലയാണ്. 14 ദിവസത്തെ കാലദൈർഘ്യമാണ് ഒരു ഞാറ്റുവേലയ്ക്ക് പറയുന്നിട്ടുള്ളത്. ഇപ്പോഴും പൂയം ഞാറ്റുവേല തന്നെയാണ്. ഇന്ന് ദിവസം ചൊവ്വയാണ്. ചൊവ്വ കുജന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ആയതുകൊണ്ട് ഇന്ന് ചൊവ്വയ്ക്കാണ് പ്രാധാന്യം. ആയതുകൊണ്ട് ഇന്ന് ചൊവ്വാഴ്ച എന്ന് പേര് വരാനും കാരണം അതാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:08 ഉദയം സംഭവിക്കുന്നു. അസ്തമയം സംഭവിക്കുന്നത് വൈകിട്ട് 6:44:37 ഈ ഉദയാസ്തമയങ്ങൾ മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങളാണ്. ഇതിന് ഏതാനും സമയത്തിന്റെ വ്യത്യാസം, സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും വ്യത്യാസം ഉത്തര ദക്ഷിണ ദിക്കുകളിലേക്ക് മാറും തോറും ഉണ്ടാകുന്നതാണ്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 28 മിനിറ്റ് 29 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം. 12 മണിക്കൂർ 28 മിനിറ്റ് 29 സെക്കൻഡാണ്. അപ്പം അത് കുറേശ്ശെ ഈ പറയുന്ന പകലിന്റെ ദൈർഘ്യം ദക്ഷിണായനമായതിനാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് രാഹുകാലം വരുന്നത് ഉച്ച കഴിഞ്ഞ് 3:37 തുടങ്ങി 5:11 വരെയുള്ള സമയത്താണ്. ഗുളിക കാലം വരുന്നത് ഉച്ചയ്ക്ക് 12:30 തുടങ്ങി 2:03 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് രാവിലെ 9:23 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. ഈ രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള സമയമായതിനാൽ ആ സമയത്ത് പ്രധാനപ്പെട്ട യാത്രകൾ തുടങ്ങുക അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ഉള്ളവർക്ക് 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്ന് പൊതുവെ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് അവർ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാതിരിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ ഒക്കെ വർജിക്കുക. അത് ഈ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ദിവസം അനുകൂലമല്ല. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 തുടങ്ങി 12:28 വരെയും മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ച് 12:32 മുതൽക്ക് 12:54 വരെയുമാണ്. 12:06 മുതൽക്ക് 12:54 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മുഹൂർത്തങ്ങളൊന്നുമില്ലാതെ മറ്റ് മുഹൂർത്തങ്ങൾ നോക്കിയെടുക്കേണ്ടതായിട്ടുള്ള മുഹൂർത്തങ്ങളില്ലാതെ വരികയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരികയും ചെയ്യുമ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് കർക്കിടക മാസം 6-ാം തീയതിയാണ്. ഇന്ന് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എല്ലാ പൗഷ്ടിക കർമ്മങ്ങൾക്കും, വിവാഹാദി മംഗലകർമ്മങ്ങൾക്കും, യജ്ഞോപവീതം പൂണൂൽ ധരിക്കുക, അതുപോലെ യാത്ര, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുക, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ധനസംഗ്രഹത്തിന് പുതിയ ഭൂഷണാദികൾ, സ്വർണ്ണാഭരണം മുതലായിട്ടുള്ളവ വാങ്ങിക്കുക, അണിയുക, ഇതിനൊക്കെയും നല്ലതാണ്. പൊതുവെ മംഗലകർമ്മങ്ങൾക്കൊക്കെ മകയിരം നക്ഷത്രം നല്ലതാണ്. ഇന്ന് കർക്കിടക മാസം 6-ാം തീയതിയാണ്. അതായത് രാമായണ മാസം തുടങ്ങി 6ാമത്തെ ദിവസമാണ്. നിത്യേന ഉള്ള പാരായണങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള പാരായണ ഭാഗങ്ങൾ വായിക്കുകയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഈ നമ്മുടെ ഭാരതഭൂമിക്ക് ആകെ ഉണ്ടാകട്ടെ.
ഇത് ശ്രീരാമചന്ദ്ര രാജ്യമാകട്ടെ, രാമരാജ്യമായിട്ട് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.